സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര ബാധിതർ വർദ്ധിക്കുമ്പോഴും രോഗകാരണമാകുന്ന അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ ആശയക്കുഴപ്പത്തിൽ. വെള്ളത്തിലുള്ള അമീബ മൂക്കിലൂടെയാണ് തലച്ചോറിൽ പ്രവേശിക്കുന്നതെന്നാണ് പൊതുധാരണ. നൈഗ്ലേരിയയാണ് ഇങ്ങനെ തലച്ചോറിലെത്തുന്നത്. എന്നാൽ അഗാന്തമീബ, ബാലമുത്തിയ എന്നീ അമീബകൾ ശ്വാസകോശം, മുറിവ് എന്നിവയിലൂടെ തലച്ചോറിൽ പ്രവേശിക്കാമെന്ന് വിവിധ രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈയിടെ പ്രവേശിപ്പിച്ച 14 പേരിൽ 7 പേരിലും അഗാന്തമീബയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. സാഹചര്യം ഇതായിരിക്കെ മൂക്കിലൂടെ മാത്രമാണ് രോഗം ബാധിക്കുന്നതെന്ന പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. വെള്ളത്തിൽ ഇറങ്ങുന്നവരുടെ ശരീരത്തിലെ തിരിച്ചറിയാൻ പോലുമാകാത്ത മുറിവിലൂടെ അമീബ തലച്ചോറിലെത്താൻ സാധ്യതയുണ്ട്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലടക്കം പൊടിയിലും അമീബയുണ്ടാകാം. ഇത് ശ്വാസകോശത്തിലെത്തി സജീവമല്ലാതെ തുടരുകയും പിന്നീട് രക്തത്തിലൂടെ തലച്ചോറിലെത്തുകയും ചെയ്യും. മുങ്ങിക്കുളിച്ച് ഏതാനും ദിവസങ്ങൾക്കകം രോഗം ബാധിച്ചാൽ കാരണം നൈഗ്ലേരിയയാണെന്ന് തീർത്തു പറയാനാകില്ല. മാസങ്ങൾക്ക് മുൻപ് രോഗിയുടെ ശരീരത്തിൽ അഗാന്തമീബയോ ബാലമുത്തിയയോ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലോ എന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത്. കിണറും ശുചിമുറിയുടെ ടാങ്കും അടുത്തടുത്തുണ്ടാകുന്നത് വിവിധ മാലിന്യങ്ങൾ തുറന്നു വിടുന്നതുമാണ് അമീബയുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. വലിയ അകലമില്ലെങ്കിൽ ശുചിമുറി ടാങ്കിലെ മാലിന്യത്തിലുള്ള ബാക്ടീരിയകൾ കിണറ്റിലേക്കെത്തും. അമീബയുടെ ഇഷ്ടഭക്ഷണമാണ് ബാക്ടീരിയ. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യം ജലാശയങ്ങളിൽ തള്ളുന്നതും അമീബയുടെ വളർച്ച അതിവേഗത്തിലാക്കും. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യണമെന്നാണ് നിയമമെങ്കിലും മുടികൊഴിച്ചിൽ, ചർമ്മം കറുക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം പലയിടത്തും ക്ലോറിന് പകരം ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ വെള്ളത്തിൽ അമീബ നിലനിൽക്കും. കടൽ വെള്ളത്തിൽ നൈഗ്ലേരിയ നിലനിൽക്കില്ലെങ്കിലും ചെറിയ തോതിൽ അഗാന്തമീബ വളരുമെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുമ്പോൾ സമരങ്ങളിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്നും രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തുടനീളം നിരവധി സംഘടനകളുടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട്. സമരക്കാർ അതിരു കടക്കുമ്പോൾ ജലപീരങ്കിയാണ് പോലീസിന്റെ പ്രധാന പ്രതിരോധ മാർഗം. ശക്തമായി വെള്ളം ചീറ്റുമ്പോൾ മൂക്കിൽ കൂടി ഇത് കയറാനുള്ള സാധ്യത കൂടുതലാണ്. പോലീസ് ക്യാമ്പുകളിലെ കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നുമാണ് ജലപീരങ്കിയിലേക്ക് സാധാരണയായി വെള്ളം നിറയ്ക്കുക. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമാകുമ്പോൾ സമരക്കാരെ നേരിടാൻ ചെളിവെള്ളം നിറയ്ക്കുന്നത് ഒഴിവാക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ അമീബ വ്യാപനത്തെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ വേണ്ടതുണ്ട്. ഓരോ ഇനം അമീബയുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ഗവേഷണങ്ങളും ആവശ്യമാണ്. എല്ലാ ജലാശയങ്ങളും ശുദ്ധമായിരിക്കണമെന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ രോഗത്തെ അകറ്റാം.